ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. കർണാടക BJPയിൽ പ്രതിസന്ധി രൂക്ഷം. മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡയും BJP വിട്ടേക്കും. കോൺഗ്രസുമായി സദാനന്ദ ഗൗഡ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. മൈസൂരുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സദാനന്ദ ഗൗഡ മത്സരിച്ചേക്കുമെന്നും സൂചനകളുണ്ട്. സദാനന്ദ ഗൗഡയ്ക്ക് BJP നേരത്തെ സീറ്റ് നിഷേധിച്ചിരുന്നു. മകന് സീറ്റില്ലാത്തതിനെ തുടർന്ന് മുൻ ഉപമുഖ്യമന്ത്രി ഈശ്വരപ്പയും പാർട്ടി വിട്ടേക്കും. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹവും. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നു. മനേഷ്, കർണാടകയിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ BJPയിൽ ഭിന്നത രൂക്ഷമാണ്. സദാനന്ദ ഗൗഡ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു. ഈശ്വരപ്പ വിമതനായി മത്സരിക്കാൻ ഒരുങ്ങുന്നു. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, 20 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് BJP ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടത്. അതോടുകൂടി തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിസന്ധികളിലേക്ക് കടക്കുകയായിരുന്നു BJP. അതിനിടെയാണ് 3 പ്രധാനപ്പെട്ട നേതാക്കൾ, അത് KS ഈശ്വരപ്പ, മുൻ ഉപമുഖ്യമന്ത്രിയാണ് KS ഈശ്വരപ്പ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശിവമോഗയിൽ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാത്രമല്ല ജഗദീഷ് ഷെട്ടാർ, മുൻ മുഖ്യമന്ത്രിയാണ്, ജഗദീഷ് ഷെട്ടാറും സമാനമായ രീതിയിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നുള്ള പ്രതിഷേധം അദ്ദേഹവും മറച്ചുവെക്കുന്നില്ല. അതിനു പിന്നാലെയാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന സദാനന്ദ ഗൗഡ കൂടി ഈ ഒരു ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ അതായത് ബംഗളൂരുവിലായിരുന്നു അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലം. ബംഗളൂരു നോർത്ത് ആയിരുന്നു അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലം. അവിടെ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ശോഭാ കരന്തലജയ്ക്കാണ് ഈ സീറ്റ് നൽകിയിരുന്നത് BJP കേന്ദ്ര നേതൃത്വം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്തായാലും സദാനന്ദ ഗൗഡ ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ മൈസൂരു സീറ്റിൽ കോൺഗ്രസ് ടിക്കറ്റിൽ അദ്ദേഹം മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലും വലിയ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് BJP കടക്കുന്നത്. കാരണം 3 മുതിർന്ന നേതാക്കളാണ്. 3 പേരും അതിൽ 2 മുൻ മുഖ്യമന്ത്രിമാരാണ്, ഒരാൾ ഉപമുഖ്യമന്ത്രിയാണ്. അങ്ങനെ മുതിർന്ന നേതാക്കളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് BJP കേന്ദ്ര നേതൃത്വം മുൻപോട്ട് വെച്ചത്. അത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾക്ക് ഇടയാക്കുന്നു എന്നുള്ളതാണ് കർണാടകയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച്. ഇപ്പുറത്ത് JDS ആണെങ്കിലും 3 സീറ്റ് എന്ന് പറയുന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് പോവില്ല എന്നുള്ളതാണ് JDSന്റെ ഒരു വാദമെന്ന് പറയുന്നത്. മാത്രമല്ല മാണ്ഡ്യ സീറ്റ്, അത് സുമലതയ്ക്ക് വേണ്ടി മാറ്റിവെച്ച സീറ്റാണ്. മാണ്ഡ്യ സീറ്റ് വേണം എന്നുള്ളൊരു ആവശ്യവും എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ JDS ആവശ്യപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രതിസന്ധിയും മുന്നണിക്കകത്തും എന്തായാലും BJPക്കുണ്ട്. അങ്ങനെ ഇതെല്ലാം ക്രോഡീകരിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം പരിഹരിച്ച് വേണം ഇനിയിപ്പോൾ BJPക്ക് മുൻപോട്ട് പോകാൻ. കർണാടകയിൽ 3 മുതിർന്ന നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്നു എന്നത് സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ചും ജഗദീഷ് ഷെട്ടാർ എന്ന് പറയുന്നത് ലിംഗായത്ത് സമുദായത്തിന്റെ വോട്ടുകൾ കൃത്യമായി തന്നെ BJPയിൽ എത്തിക്കാൻ സാധ്യതയുള്ള നേതാവാണ്. അദ്ദേഹവും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. BJPയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കർണാടകയിൽ ഇപ്പോൾ BJP കടന്നു പോകുന്നത്. വിജയകുമാർ. യെസ്, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. സദാനന്ദ ഗൗഡ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു. കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയാണ്, BJPയുടെ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു സദാനന്ദ ഗൗഡ. മൈസൂരുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകളുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു ഈശ്വരപ്പ. അദ്ദേഹം പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നു. മകന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ശിവമോഗയിൽ യെദ്യൂരപ്പയുടെ മകൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ വിമതനായി ഈശ്വരപ്പ മത്സരിക്കുന്നു എന്ന വിവരവും, ഇപ്പോൾ മത്സരിച്ചേക്കുമെന്ന വിവരവും വരുന്നുണ്ട്. അനുനയ ചർച്ചകളും നടക്കുന്നുണ്ട്. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തൃശ്ശൂരിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദം. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മകൻ രഘുവിൻ്റെ പോസ്റ്റിനെ ചൊല്ലിയാണ് വിവാദം. ചർച്ചയായതോടെ പരാമർശം പിൻവലിച്ചു അദ്ദേഹം. കലാമണ്ഡലം ഗോപി ഗുരുതുല്യനെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. പ്രചാരണത്തിൻ്റെ ഭാഗമായി ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി പറഞ്ഞാൽ ഗോപി ആശാനെ പോയി കാണുമെന്ന് സുരേഷ് ഗോപി പിന്നീട് പ്രതികരിച്ചു. എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ. ഞാൻ നേരെ ജനങ്ങളിലേക്കാണ്. അതെനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല. പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ, ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത്.
നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് അന്വേഷിക്കില്ല. നടൻ ടൊവിനോ തോമസിന്റെ എതിർപ്പിന് പിന്നാലെ ഒരുമിച്ചുള്ള ഫോട്ടോ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പിൻവലിച്ചു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും സ്ഥാനാർത്ഥികൾ കാണുമെന്നും അത് വിവാദമാക്കേണ്ട എന്നുമായിരുന്നു VS സുനിൽകുമാറിന്റെ പ്രതികരണം. ഞാൻ ടൊവിനോ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, അപ്പോൾ നമ്മുടെ വോട്ടറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഷൂട്ടിംഗ് കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ആളെ കാണാൻ പോയപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിഹ്നടക്കമുള്ള ഫോട്ടോ ഇട്ടു, ഒരു പ്രചരണ ഫോട്ടോ പോലെ ഇട്ടു. അപ്പോൾ ഞാനും ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് നമ്മുടെ ആളോട് നിർദ്ദേശം കൊടുത്തു, ഇടുമെന്ന് പറഞ്ഞു. അത് പിൻവലിക്കുകയും ചെയ്തു. അതിൽ പ്രശ്നങ്ങളില്ല, ഇപ്പോൾ അത് അവസാനിച്ചു. തെരഞ്ഞെടുപ്പിൽ താരങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വഴങ്ങാതെ വന്നാൽ മറ്റു വഴികളിലൂടെ സ്വാധീനിക്കും. അതാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ചെയ്തത്. VS സുനിൽകുമാർ ടൊവിനോയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെക്കുറിച്ച് അറിയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവരൊക്കെ ശ്രമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോപി ആശാൻ്റെ മകൻ്റെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നത്. അദ്ദേഹമല്ല എല്ലാ കാലത്തും പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ്. ടൊവിനോയുടെ പടം ഇന്നലെ VS സുനിൽകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. അറിയില്ല അതൊന്നും അതിനെ സംബന്ധിച്ച്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ഗോപി ആശാന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം അത് പിൻവലിച്ചെങ്കിൽ പോലും അതിന്റെ ഉള്ളടക്കം ചർച്ചയാകുന്നുണ്ട്. എന്താണ് പുതിയ നീക്കങ്ങൾ? BJP ഔദ്യോഗികമായി സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നു, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികരണങ്ങൾ BJPയിൽ നിന്നുണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, എന്തായാലും BJP ഔദ്യോഗികമായി ഇതുവരെയും ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നില്ല. പക്ഷെ അത് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ വ്യക്തമാണ് തീരുമാനം. അതായത് പാർട്ടി നിർദ്ദേശിക്കുന്നത് പ്രകാരമാണ് താൻ ഓരോരുത്തരെയും കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ തന്റെ പര്യടനമെല്ലാം ഇനി അങ്ങോട്ടുള്ളതെല്ലാം നിശ്ചയിക്കുന്ന പാർട്ടിയും പാർട്ടിയുടെ ജില്ലാധ്യക്ഷനും അടക്കം അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ താൻ ഇതുവരെയും ഗോപി ആശാനെ കാണണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല. പാർട്ടിയും ഏതെങ്കിലും തരത്തിൽ അത് ആലോചിക്കുന്നതിന് വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വിശദീകരണമാണ് സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിൽ എന്താണ് എന്ന് തനിക്കറിയില്ല, അത് ഗോപി ആശാന്റെ അറിവോടുകൂടിയാണെന്ന് താൻ കരുതുന്നില്ല എന്നൊരു വിശദീകരണമാണ് സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഈ കലാമണ്ഡലം ഗോപിയുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് തങ്ങളോട് അടുപ്പമുള്ള ഒരു ഡോക്ടർ മുഖാന്തരമാണ് ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയത്. ആ സമയത്ത് ഇതുമായി അംഗീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നിച്ച് യോജിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അതിൽ തിരിച്ചടി ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകൾ നൽകി. ഇതാണ് തങ്ങൾക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത് എന്നുള്ളതാണ് മകന്റെ വിശദീകരണം. എന്തായാലും ഇത് വലിയ ചർച്ചയാകുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം വലിയ തോതിൽ വിമർശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയി. മറുവശത്ത് സുനിൽകുമാറിനെ സംബന്ധിച്ചും ഇടത് ക്യാമ്പിനെ സംബന്ധിച്ച് അവരും പ്രതികരിച്ചത് ഒരു ഡോക്ടർ. ആ ഡോക്ടർ ആരാണ് എന്ന് ഗോപി ആശാന്റെ മകൻ ഇനിയും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോപി ആശാന്റെ മകനുമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഔദ്യോഗികമായി ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ താൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് ഏറെ അടുപ്പമുള്ള ഒരു ഡോക്ടറാണ് ഇത് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ തങ്ങൾ തയ്യാറല്ല. പക്ഷേ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനോവിഷമം ഉണ്ടായി. ആ മനോവിഷമം പൊതുസമൂഹത്തെ അറിയിക്കുക എന്നത് മാത്രമാണ് ഈ കുറിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഒരു തലത്തിന് അപ്പുറത്തേക്ക് ഇത് ചർച്ചയായതോടു കൂടിയാണ് ഇത് പിൻവലിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗോപി ആശാനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊരു നിലപാട് തന്നെയാണ് കുടുംബം അറിയിക്കുന്നത്. ഈ പോസ്റ്റ് വിവാദമായിരിക്കെ തന്നെയാണ് ഇടതുപക്ഷത്തെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ടൊവിനോയുടെ പോസ്റ്റ് വരുന്നത്. അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് VS സുനിൽകുമാർ ഒരു ചിത്രം എടുക്കുന്നത്. ആ ചിത്രത്തിനൊപ്പം ചിഹ്നം ചേർത്ത് പ്രചരിപ്പിച്ചതോടുകൂടിയാണ് ടൊവിനോ തോമസ് തന്നെ അതിൽ എതിർപ്പുമായി രംഗത്തെത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറാണ്, അങ്ങനെ ഇരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്റെ ചിത്രം ഉപയോഗിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടൊവിനോ തോമസ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു.
തൊട്ടു പിന്നാലെ ഈ ചിത്രം പിൻവലിക്കുന്നു. പക്ഷേ ഈ സൈബർ ഹാൻഡിലുകളിലടക്കം ടൊവിനോയുടെ സമ്മതമില്ലാതെ എടുത്ത ചിത്രം അത് പിൻവലിച്ചു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോയി. അതിന് തൊട്ടു പിന്നാലെയാണ് എന്തുകൊണ്ടാണ് ചിത്രം പിൻവലിച്ചത് എന്ന് കാണിച്ചുകൊണ്ട് താരം തന്നെ അതിൽ തന്റെ ചിത്രം എന്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൂടാ എന്ന് കാണിച്ചുകൊണ്ട് ഒരു വിശദീകരണം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. ഇതിനുശേഷമാണ് VS സുനിൽകുമാറും ഇതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. അദ്ദേഹം പറയുന്നത് ടൊവിനോ ഈ ചിഹ്നം ഉപയോഗിച്ചതിനെതിരെ മാത്രമാണ് എതിർപ്പ് ഉന്നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും 2 ഫേസ്ബുക്ക് പോസ്റ്റുകളും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറെ ചർച്ചയാകുന്നു, ചൂടുപിടിക്കുന്നു തൃശ്ശൂരിൽ. വിജയകുമാർ. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. മറ്റൊരു ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രതികരണത്തിലേക്കാണ് ഇനി കടക്കുന്നത്. EP ജയരാജനെതിരായ ആരോപണങ്ങളിൽ കേസെടുത്താൽ നേരിടാൻ തയ്യാറെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജീവ് ചന്ദ്രശേഖറിന്റെ റിസോർട്ടിന്റെ ഉദ്ഘാടനത്തിന് EP ജയരാജൻ പങ്കെടുത്തതിന് തെളിവുണ്ട്. ഇരുവരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ ധാരണയുണ്ടെന്നും VD സതീശൻ ആവർത്തിച്ചു. നിരാമയ റിസോർട്ടും വൈദേകം റിസോർട്ടും തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്നല്ലേ, ഒരു മാനേജ്മെന്റ് കോൺട്രാക്റ്റ് ഉണ്ട്. അതിൻ്റെ നടത്തിപ്പിൻ്റെ ചുമതല നിരാമയ റിസോർട്ടിനാണ്. ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പേര് നിരാമയ വൈദേകം റിസോർട്ട് എന്നാണ്. ഇത്രയും മതി എംഇഒ എന്നതിന് തെളിവ്. അതിൻ്റെ പിന്നെ ഇവരെല്ലാവരും കൂടി ഇത് ഒപ്പുവെച്ചതിന് ശേഷം നിൽക്കുന്നൊരു ഫോട്ടോയുണ്ട്. EP ജയരാജൻ്റെ കുടുംബാംഗങ്ങൾ, വൈദേകം റിസോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം, നിരാമയയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം നിൽക്കുന്ന പടവുമുണ്ട്. ഇതാരും രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഈ പറഞ്ഞ കാര്യം നിഷേധിച്ചിട്ടില്ല, EP ജയരാജൻ നിഷേധിച്ചിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തെലങ്കാന ഗവർണർ തമിഴ്സൈ സൗന്ദരരാജൻ ഗവർണർ സ്ഥാനം രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് രാജിയെന്നാണ് സൂചന. മനേഷ് മൂർത്തി ഒരിക്കൽ കൂടി ചേരുന്നു ചെന്നൈയിൽ നിന്ന്. മനേഷ്, തമിഴ്സൈ സൗന്ദരരാജൻ ഏതു മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത? BJPയുടെ നേതൃനിരയിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചതാണ് അവർ. തിരികെ പാർലമെന്ററി രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണോ ഈ രാജി കൊണ്ട് അർത്ഥമാക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നു തമിഴിസൈ സൗന്ദരരാജൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 സംസ്ഥാനങ്ങളെ, പുതുച്ചേരിയിലും അതുപോലെ തന്നെ തെലങ്കാനയിലെയും ഗവർണർ സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് അല്പസമയം മുമ്പ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നായിരിക്കും ജനവിധി തേടുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് തമിഴ്നാട്ടിലെ തമിഴ്നാട് BJP അധ്യക്ഷയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നായിരിക്കും ജനവിധി തേടുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ 3 മണ്ഡലങ്ങൾ കൂടി പറയുന്നുണ്ട്. അതൊന്ന് പുതുച്ചേരിയാണ്, കാരണം പുതുച്ചേരി ഗവർണറായിരുന്ന ആളാണ്. മറ്റൊന്ന് പുതുച്ചേരിയാണ്. മാത്രമല്ല പുതുച്ചേരി, അതുപോലെ തിരുനെൽവേലി, അതുപോലെ തന്നെ സൗത്ത് ചെന്നൈ, ഈ മണ്ഡലങ്ങളാണ് നിലവിൽ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് തമിഴിസൈ സൗന്ദരരാജൻ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തെലങ്കാനയിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലും ഗവർണർ സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഗവർണർ എന്ന് പറയുന്ന പദവി ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജിവെച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അത് മത്സരിക്കാൻ വേണ്ടി തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെയായിരിക്കും അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുക. വിജയകുമാർ. തമിഴിസൈ സൗന്ദരരാജൻ ഗവർണർ സ്ഥാനം രാജിവെക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് രാജിയെന്നാണ് സൂചന. BJPയുടെ തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി പട്ടിക വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൽ തമിഴിസൈ സൗന്ദരരാജന്റെ പേരുണ്ടാകും എന്നേറെക്കുറെ ഇപ്പോൾ ഉറപ്പിക്കാം. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ED അന്വേഷണം വൈകുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. നിലവിൽ കരുവന്നൂരിനൊപ്പം 12 ബാങ്കുകളിൽ അന്വേഷണം നടക്കുന്നതായി ED ഹൈക്കോടതിയെ അറിയിച്ചു. കേസിൽ ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, നേരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആരോപണം, അല്പസമയം മുമ്പാണ് അദ്ദേഹം അത് ആവർത്തിച്ചത്. ഈ കരുവന്നൂർ കേസിൽ പ്രധാനപ്പെട്ട CPM നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തുന്നു, ചോദ്യം ചെയ്യുന്നു, അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന് വാർത്തകൾ വരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അന്വേഷണം ഇഴഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്ന് ഇപ്പോൾ ഹൈക്കോടതിയും ചോദിക്കുന്നു. എന്താണ് ED അക്കാര്യത്തിൽ നൽകിയ വിശദീകരണം കോടതിയിൽ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉത്തരം മുട്ടിച്ചുകൊണ്ടാണ് കോടതിയിൽ നിന്നും ഇന്ന് ചോദ്യങ്ങൾ ഉണ്ടായത്. അതായത് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ കോടതി ചോദിച്ച മറ്റൊരു കാര്യം, ഈ കേസിൽ ഇതുവരെ അന്വേഷണം എവിടെ വരെയായി എന്നറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. കേസിലെ അന്വേഷണം ഇഴയുന്നതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അന്വേഷണ വഴിയിലെ കോടതി ഇടപെടലുകളാണ് ഈ അന്വേഷണം ഇങ്ങനെ ഇഴയുന്നതിന് കാരണമെന്ന് ഇഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ മറുപടി നൽകി. നേരത്തെ സഹകരണ രജിസ്ട്രാറെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോൾ
ഈ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അതിന് സ്റ്റേ കിട്ടുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഈ അന്വേഷണം ഇഴയുന്നതിന് കാരണമായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പകുതിയിലേറെ അന്വേഷണം പൂർത്തിയായി, മറ്റുള്ളവർക്കെതിരായ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നും ഇന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ ഇഡിക്ക് വേണ്ടി മറുപടിയും നൽകിയിട്ടുണ്ട്. നിലവിൽ കരുവന്നൂരിനൊപ്പം നടക്കുന്നത് 12 ബാങ്കുകൾക്കെതിരായ അന്വേഷണമാണെന്നും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ അത് കോടതി മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതി. പിന്നീട് ഈ കേസ് പരിഗണിക്കാനായി മാറ്റിയിട്ടുമുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് അന്വേഷണം ഇഴയുകയാണ് എന്ന അഭിപ്രായം കോടതിക്കുണ്ട്. അതിൽ അതൃപ്തി അറിയിച്ചു. പകുതിയിലേറെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ED ഇന്ന് വിശദീകരിച്ചത്. വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്തു EDക്ക്. അഭിമന്യു വധക്കേസിൽ കുറ്റപത്രമടക്കമുള്ള സുപ്രധാന രേഖകൾ കാണാതായത് സാധാരണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. സിവിൽ കേസുകളിൽ ഉൾപ്പെടെ പല കോടതികളിൽ നിന്നും പല രേഖകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ മാത്രം പ്രത്യേകത കാണേണ്ടെന്നും കോടതി പറഞ്ഞു. കോടതിയിൽ നിന്ന് കാണാതായ രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ ഹാജരാക്കി. പ്രതികളുടെ കൈവശമുള്ള രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. പുതിയ രേഖകളുടെ ആധികാരികത പരിശോധിക്കാൻ ഈ 2 രേഖകളും ഒത്തുനോക്കും. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 25-ലേക്ക് മാറ്റി. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ഒരിക്കൽ കൂടി ശ്രീകാന്ത്, ഈ രേഖകൾ കാണാതായത് എങ്ങനെ എന്നതിൽ ഒരു അന്വേഷണവും വേണ്ട എന്നാണോ വിചാരണ കോടതി പറയുന്നത്? അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്ന നിലയിലേക്ക് കോടതി അതിനെ കാണുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത് ഇപ്പോൾ? അഭിമന്യു കേസിൽ ഏറെ വിവാദമായ കാര്യമാണ് വിചാരണാ കോടതിയിൽ നിന്നും ഈ രേഖകൾ കാണാതെ പോയ സംഭവം. അതിൽ ഈ കാണാതായ കുറ്റപത്രമടക്കമുള്ള 11 രേഖകൾ ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിക്കുകയും ചെയ്തു. ഈ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പാണ് കോടതി മുമ്പാകെ കൊണ്ടുവന്നത്. പക്ഷേ അതിൽ പ്രതിഭാഗം എതിർപ്പറിയിച്ചു. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. തുടർന്ന് കോടതി പ്രതിഭാഗത്തോട് ആവശ്യപ്പെട്ടത് 25-ാം തീയതി നിങ്ങൾക്ക് ഈ പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകൾ പരിശോധിക്കാം. ഇത് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാമെന്നും കോടതി പറഞ്ഞു. ഹൈക്കോടതി നിർദ്ദേശമുണ്ട് രേഖകൾ പുനർനിർമ്മിക്കാൻ. അതിനാൽ തന്നെ ആ നടപടി തടസ്സപ്പെടുത്താനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. അതിനുശേഷമാണ് അസാധാരണമായ ഒരു പരാമർശം കോടതിയിൽ നിന്നും വന്നത്. അതായത് സാധാരണമാണ് ഇത്തരത്തിൽ രേഖകൾ ചോരുന്നത് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. സിവിൽ കേസുകളിലടക്കം പല കോടതിയിൽ നിന്നും ഇത്തരത്തിൽ രേഖകൾ ചോർന്നിട്ടുണ്ട്. ഈ കേസിൽ മാത്രം ഈ രേഖകൾ ചോർന്നത് പ്രത്യേകമായി കാണണ്ട എന്നായിരുന്നു കോടതിയുടെ പരാമർശം. ഒപ്പം മാധ്യമങ്ങളോടും കോടതി ഒരു കാര്യം പറഞ്ഞു. ഇനി ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി വേണം റിപ്പോർട്ട് ചെയ്യാൻ എന്നൊരു മുന്നറിയിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടാണ് കോടതി നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തത്. അതേസമയം തന്നെ കോടതി മറ്റൊരു കാര്യം പറഞ്ഞത് ഈ രേഖകൾ നഷ്ടപ്പെട്ടത് 2019 ജനുവരിയിലാണെന്നും കഴിഞ്ഞ സെപ്റ്റംബർ 23-ന് മാത്രമാണ് ഇക്കാര്യം തന്റെ ശ്രദ്ധയിൽ വന്നതെന്നും കോടതി വ്യക്തമാക്കി. തുടർന്ന് ഹൈക്കോടതി ഇത് അറിയിച്ചു എന്നും ഒരു അന്വേഷണത്തിന് എൻക്വയറി ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തൽക്കാലം അതിനപ്പുറത്തേക്കുള്ള പോലീസ് അന്വേഷണത്തിന്റെ സാധ്യത കാണുന്നില്ല. കോടതിയുടെ പരാമർശത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ശ്രീകാന്ത്, ഇതിൽ ഈ നഷ്ടപ്പെട്ട രേഖകൾ അത് തിരികെ കിട്ടണം. മറ്റൊന്ന്, ഈ പ്രതികളുടെ പക്കൽ കുറച്ച് രേഖകളുണ്ട്. പ്രോസിക്യൂഷൻ ഇതിൽ നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പ് കൊടുക്കും. അപ്പോൾ ഈ രേഖകളുടെ ആധികാരികത കോടതി എങ്ങനെ ഉറപ്പിക്കാനാണ് പോകുന്നത്? അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. പ്രതികൾ തന്നെ ഇത് വിചാരണ ഘട്ടത്തിൽ ഉപയോഗിച്ചുകൂടെ? ഈ രേഖകളുടെ ആധികാരികതയിൽ അവർക്ക് തന്നെ അത് ചലഞ്ച് ചെയ്യപ്പെട്ടേക്കില്ല. അപ്പോഴത് എങ്ങനെ വിചാരണ കോടതി ഉറപ്പിക്കും? നിലവിൽ പ്രോസിക്യൂഷൻ പറയുന്നത് ഇത് വിചാരണയെ ബാധിക്കില്ല എന്നാണ്. കാരണം ഈ നേരത്തെ നഷ്ടപ്പെട്ട അതേ രേഖകളുടെ പകർപ്പ് അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പക്കലുണ്ട്, അത് പ്രോസിക്യൂഷന്റെ പക്കലുണ്ട്, ഒപ്പം തന്നെ പ്രതികളുടെ പക്കലും അതേ രേഖകൾ തന്നെയുണ്ട്. അത് സാക്ഷ്യപ്പെടുത്തി മാത്രമാണ് കോടതി മുമ്പാകെ വീണ്ടും സമർപ്പിക്കുന്നത്. അതായത് പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ കൈവശമുള്ള പകർപ്പ് അത് സാക്ഷ്യപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ വീണ്ടും സമർപ്പിക്കുന്നു. അത് മാത്രമാണ് നടക്കുന്ന നടപടിക്രമം. അത് വിചാരണയെ ബാധിക്കില്ല എന്നാണ് നിലവിലിപ്പോൾ പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. പ്രതികൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാം. അതിനാണ് 25-ാം തീയതി ഈ കേസ് വെച്ചിരിക്കുന്നത്. പക്ഷേ വിജയകുമാർ ഉന്നയിച്ച കാര്യം വളരെ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. ഈ ചോർച്ചയും ഒപ്പം വീണ്ടും ഈ സമർപ്പിക്കലുമൊക്കെ വിചാരണാ ഘട്ടത്തിൽ പ്രതികൾ ഒരു സംശയവുമില്ല ഉന്നയിക്കും.
യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. പ്രതികളുടെ കൈവശമുള്ള രേഖകൾ കൂടി ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. പുതിയ രേഖകളുടെ ആധികാരികത അങ്ങനെ പരിശോധിക്കും. ഈ രേഖകൾ ഒത്തുനോക്കി കേസ് പരിഗണിക്കുന്നത് ഈ മാസം 25-ലേക്ക് മാറ്റി. രേഖകൾ നഷ്ടമായത് വിചാരണയെ ബാധിക്കില്ല, അതിൽ മറ്റു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകില്ല എന്നാണ് പ്രോസിക്യൂഷനും ഇന്ന് കോടതി അറിയിച്ചത്. കൂടുതൽ ഇതിൽ മറ്റു പരിശോധനകൾക്ക് വിചാരണ കോടതി തയ്യാറായേക്കില്ല എന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.